നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പതിനൊന്നാം സമ്മേളനത്തിന്റെ 14ാം ദിവസമായ ഇന്ന് പ്രതിപക്ഷ ബഹളം മൂലം നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ നേരത്തെ പിരിഞ്ഞു. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 4 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ ഇന്ന് സഭയിൽ വാക്കാൽ മറുപടി നൽകിയത്. +1 കോഴ്സിന് സ്വന്തം താലൂക്കിൽ അഡ്മിഷൻ ലഭിക്കാൻ നടപടി, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അന്തർദേശീയ നിലവാരത്തിലേക്ക് എത്തിക്കാൻ നടപടി, വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാൻ സ്വീകരിച്ച നടപടി, സ്മാർട്ട് റോഡുകൾ എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. സപ്ലിമെന്റ് അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോൾ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി പറഞ്ഞു. ഇവിടെ ഈ 3ാം റൗണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിയുന്നതോടുകൂടി അപേക്ഷ നൽകിയിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും പ്രവേശനം ലഭിക്കും സാർ. ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ സാർ? A+ കിട്ടിയവർക്ക് പ്രവേശനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നമ്മളെല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞു സാർ, ഇനി കേരള സംസ്ഥാനത്ത് ആകെ മലപ്പുറം അടക്കം A+ കിട്ടിയ പ്രവേശനം ലഭിക്കേണ്ടത് 222 പേർക്ക് മാത്രമേ ഉള്ളൂ സാർ. അത് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ അതിൽ അവർക്ക് ലഭിക്കും. +1 അപേക്ഷിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിക്കും. മലബാർ മേഖലയിലെ എല്ലാ സർക്കാർ സ്കൂളിലും 30%, എയ്ഡഡ് സ്കൂളിൽ 20% മാർജിനൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചതായും മന്ത്രി സഭയെ അറിയിച്ചു. 2023-24 വർഷം താൽക്കാലികമായി അനുവദിച്ചതും നിലനിർത്തിയതും ഷിഫ്റ്റ് ചെയ്തതുമായ ബാച്ചുകൾ തുടരുന്നതിനും മലബാർ മേഖലയിൽ എല്ലാ സർക്കാർ സ്കൂളുകളിലും 30% മാർജിനൽ സീറ്റ് വർധനവും എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും 20% മാർജിനൽ സീറ്റ് വർധനവും ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് അധികമായി 10% മാർജിനൽ സീറ്റ് വർധനവും അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട്. വിനോദസഞ്ചാരികൾ നേരിടുന്ന ചൂഷണം തടയാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ടൂറിസം ക്ലബ്ബുകൾ രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നമ്മൾ ടൂറിസ്റ്റ് ഗൈഡുകളുടെ കാര്യത്തിൽ കൃത്യമായൊരു നിയന്ത്രണം ഉണ്ടാകേണ്ടതുണ്ട്. മറ്റ് നിലയിലുള്ള ചൂഷണം സഞ്ചാരികൾ നേരിടുന്നത് തടയാൻ, പൊതുവെ കേരളത്തിൽ അത് കുറവാണെങ്കിലും തടയാനുള്ള എന്തൊക്കെ മാർഗങ്ങളാണോ അതൊക്കെ തന്നെ സർക്കാർ പരിശോധിച്ച് ഇടപെടും എന്നുള്ളത് സഭയെ അറിയിക്കുകയാണ്. ഓവർ ടൂറിസം മൂലമുള്ള പ്രതിസന്ധി നേരിടാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അവിടുത്തെ പശ്ചാത്തല സൗകര്യവും അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതക്കും താങ്ങാൻ പറ്റാത്ത നിലയിലേക്കുള്ള സഞ്ചാരികളുടെ വലിയ ഒഴുക്ക് ഉണ്ടാകും. അതാണ് പൊതുവെ ഓവർ ടൂറിസമായി പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ചില കേന്ദ്രങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വയനാടിന് ഇപ്പോൾ നേരിടുന്നൊരു പ്രശ്നം, ഒന്ന് വയനാട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വയനാടിൻ്റെ ഭൂപ്രകൃതി അതിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം. പക്ഷേ വയനാടിന് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് ആളുകൾ അവിടെ വരുന്നു എന്നുള്ളതാണ്. ഇത് പരിഹരിക്കാൻ നമുക്ക് വയനാടിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ പൊതുവെ സർക്കാർ ആലോചിക്കുന്നുണ്ട്. അർഹതപ്പെട്ട എല്ലാവർക്കും ഹയർ സെക്കൻഡറിക്കും +1 അഡ്മിഷൻ നൽകാനുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അറിയിച്ചു. നമുക്ക് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവസാനിക്കുകയാണ്. അവസാനിക്കുന്നതോടുകൂടി നമുക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം കിട്ടും സാർ. ഏകജാലക സംവിധാനത്തിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്നും യാതൊരു വ്യത്യാസവും ഇക്കുറി വരുത്തിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. സാർ, ഏകജാലകം എന്ന പേരിൽ അറിയപ്പെടുന്ന ഹയർ സെക്കൻഡറി കേന്ദ്രീകൃത അഡ്മിഷൻ പ്രക്രിയ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ +1 പ്രവേശനം ലളിതവും സുതാര്യവും സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിനും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ IT-യുടെ സ്വാധീനം എപ്രകാരം ഉപയോഗപ്പെടുത്താം എന്നതിനും ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ്. സ്മാർട്ട് റോഡ് പദ്ധതി പ്രകാരം തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ റോഡ് നവീകരിക്കുന്നതിന്റെ അവസാന ഘട്ടത്തിൽ ആണെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞു. കണ്ണൂർ നഗരം എടുത്ത് പരിശോധിച്ചാൽ കണ്ണൂർ നഗരത്തിൽ ഇപ്പോൾ എയർപോർട്ട് കൂടി വന്നതോടുകൂടി നഗരം വലിയ നിലയിൽ ഗതാഗത കുരുക്കിന് കാരണമായി മാറിക്കൊണ്ടിരിക്കുന്നു. 40 കിലോമീറ്റർ റോഡ് ഇത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി സർക്കാർ നവീകരിക്കാനാണ് ഉദ്ദേശിച്ചത്. കൊല്ലം നഗരം എടുത്തു കഴിഞ്ഞാൽ കൊല്ലം നഗരത്തിലും ഇതൊരു പ്രധാന പ്രശ്നമാണ്. കൊല്ലം നഗരത്തിൽ 23 കിലോമീറ്റർ റോഡ് ഇതിൻ്റെ ഭാഗമായി വികസിപ്പിക്കാനും നവീകരിക്കാനും സർക്കാർ തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് 4 ഘട്ടങ്ങളിലായി 42 കിലോമീറ്റർ റോഡാണ് സ്മാർട്ട് റോഡായി മാറ്റുന്നത് എന്നും വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നതുപോലെ കേബിളുകളും പൈപ്പുകളും ഡക്റ്റ് വഴി ഏർപ്പെടുത്തുന്ന രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു. 42 കിലോമീറ്റർ റോഡുകൾ 4 ഘട്ടങ്ങളിലായി
സ്മാർട്ട് റോഡുകളാക്കി മാറ്റുന്ന പദ്ധതിയാണ്. അത് 15 വർഷത്തെ പരിപാലന കാലാവധിയാണുള്ളത് സാർ. ഇത് വിദേശ രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ ഡക്റ്റുകൾ നിർമ്മിച്ച് എല്ലാ കേബിളുകളും ഡക്റ്റുകളിലൂടെ ആക്കി പോയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ പറ്റൂ. ഈ ഒരു കാഴ്ചപ്പാടാണ് സർക്കാരിന് നഗര റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളത്. കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിലെ വിദ്യാർത്ഥി സംഘർഷം സംബന്ധിച്ച വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. റൂൾ 50 നടപടികൾ നിർത്തിവെക്കുന്നതിനുള്ള ഉപക്ഷേപം കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിൽ KSU നേതാവായ സാൻജോസിനെ SFIയുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചതുമൂലം വിദ്യാർത്ഥി സമൂഹത്തിനും രക്ഷിതാക്കൾക്കും ആശങ്ക ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ M. വിൻസെന്റ്, NA നെല്ലിക്കുന്ന്, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി C. കാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ക്യാമ്പസുകളിൽ SFIയുടെ നേതൃത്വത്തിൽ അക്രമം അഴിച്ചുവിടുന്നത് വ്യാപകമായിരിക്കുകയാണ് എന്ന് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയ ശ്രീ M. വിൻസെന്റ് ആരോപിച്ചു. കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI നടത്തുന്ന ക്രൂരമായ അക്രമ പരമ്പരകൾ ഈ സഭയിൽ ചർച്ചയ്ക്ക് വന്നപ്പോഴെല്ലാം SFIയുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്ന ഒരു സമീപനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളത്. എന്നാൽ ക്യാമ്പസിലെ സംഘർഷാവസ്ഥ നിയന്ത്രണ വിധേയമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പോലീസ് കൃത്യമായ ഇടപെടലും പ്രവർത്തനവുമാണ് നടത്തിയിട്ടുള്ളത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞു. സംഘർഷാവസ്ഥ നിയന്ത്രണ വിധേയമാക്കുന്ന ലക്ഷ്യത്തോടുകൂടി പോലീസ് കൃത്യമായ ഇടപെടലും പ്രവർത്തനവുമാണ് നടത്തിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ യാതൊരുവിധ രാഷ്ട്രീയ വിവേചനവുമില്ലാതെയാണ് നടപടികൾ എടുത്തുവരുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ യാതൊരുവിധ രാഷ്ട്രീയ വിവേചനവുമില്ലാതെയാണ് നടപടികൾ എടുത്തു വരുന്നത്. ഇക്കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗാന്ധി ചിത്രം തകർത്തതിൻ്റെ പേരിൽ എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എന്തിന് ഗാന്ധി ചിത്രം തകർക്കാൻ പോയി? നാണം കെട്ട രീതിയിൽ പിന്നെ അതിനെ ന്യായീകരിക്കാൻ നോക്കുക. നാണം കെട്ട രീതിയിൽ അംഗീകരിക്കല്ല വേണ്ടത്, അതിനെ ന്യായീകരിക്കല്ല വേണ്ടത്. അങ്ങനൊരു അബദ്ധം പറ്റിയെന്ന് പറയാ വേണ്ടത്. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. ഇന്ന് ഈ സംഭവം നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ ആ വാചകങ്ങൾക്ക് ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? ഞങ്ങളിവിടെ പറഞ്ഞു, ഈ ക്രിമിനലുകൾക്ക് പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ്. സാർ, ഞങ്ങൾ വീണ്ടും അടിവരയിട്ട് പറയുന്നു, മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിയമസഭാ പ്രസംഗം ക്യാമ്പസുകളിൽ വീണ്ടും അക്രമികൾ കഴിഞ്ഞാടുന്നതിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ പേട്രണേജാണ്. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് ബന്ധപ്പെട്ട മന്ത്രി മറുപടി നൽകി. വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായും അപകട ഭീഷണി ഒഴിവാക്കുന്നതിനുമായി പൊതുസ്ഥലങ്ങളിലെ വൃക്ഷങ്ങൾ മുറിച്ചുമാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ശ്രീ KP കുഞ്ഞാമതുകുട്ടി മാസ്റ്റർ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ മറുപടി പറഞ്ഞു. സർ, ഇത്തരം ഘട്ടങ്ങളിൽ ദുരന്ത നിവാരണ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർമാർക്ക് ഉചിതമായ തീരുമാനമെടുക്കുന്നതാണ്. 2 സബ്മിഷനുകളാണ് ഇന്ന് സഭയിൽ അവതരിപ്പിച്ചത്. ബാക്കിയുള്ള സബ്മിഷനുകളുടെ മറുപടി അതത് മന്ത്രിമാർ മേശപ്പുറത്ത് വച്ചു. ഈ വിഷയത്തിൽ ഉൾപ്പെടെ സംസ്ഥാനത്തെ പതിവിന് അർഹമായ വനഭൂമി പട്ടയ അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള സത്വര നടപടികൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. 2,36,400 രൂപ ചെലവ് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ ഫണ്ട് പട്ടയ മിഷനിൽ നിന്ന് ഉൾപ്പെടുത്താവുന്നതാണ്. വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഞാൻ മേശപ്പുറത്ത്. പ്രസ്തുത ഭൂമി അടിയന്തരമായി കൈമാറി ഭൂമി കൈമാറ്റം കാലതാമസം നേരിടുകയാണെങ്കിൽ ഭൂമിയുടെ അഡ്വാൻസ് പൊസഷൻ എടുക്കാനുള്ള അനുവാദം നൽകണമെന്നാണ് സാർ ഈ സബ്മിഷനിലൂടെ ഞാൻ ചോദിക്കുന്നത്. മറുപടി മേശപ്പുറത്ത് വെക്കുന്നു സാർ. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ 27, 40, 20, 38, 39 നമ്പർ ധനാഭ്യർത്ഥനകൾ ചർച്ച കൂടാതെ സഭ പാസാക്കി. പ്രസ്തുത ധനാഭ്യർത്ഥനകൾക്ക് നേരെ 7ാം കോളത്തിൽ കാണിച്ചിട്ടുള്ള തുകകൾ 2024-25 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തിയാക്കുന്നതിനായി അനുവദിക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. 7ാം കോളത്തിൽ കാണിച്ചിട്ടുള്ള തുകകൾ 2024-25 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിനായി അനുവദിക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ 7ാം കോളത്തിൽ കാണിച്ചിട്ടുള്ള തുക 2024-25 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിനായി അനുവദിക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. വൈദ്യുത പദ്ധതികളെന്ന 39ാം നമ്പർ ധനാഭ്യർത്ഥനയും തുറമുഖങ്ങളെന്ന 40ാം നമ്പർ ധനാഭ്യർത്ഥനയും
സംബന്ധിക്കുന്ന സബ്ജക്ട് കമ്മിറ്റികളുടെ റിപ്പോർട്ടിലെ ശുപാർശകളിന്മേൽ ചട്ടം 236(3) പ്രകാരമുള്ള പ്രസ്താവന ഞാൻ മേശപ്പുറത്തു. ഏഴാംകുളത്തിൽ കാണിച്ചിലെ തുക 2024-25 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിന് അനുവദിക്കണം. ഉപക്ഷേപത്തെ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം പാസ്സായിരിക്കുന്നു. ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി രാവിലെ 11:16 സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.